ഹലോ ഗൈസ്, നമ്മളിപ്പോൾ തൃശ്ശൂരിലാണ്. കഫേ 1AM റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. ഇവിടെ ഒരു ജോഷിൻ്റെ ഒരു മീറ്റപ്പായിട്ട് വന്നതാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ തൃശ്ശൂരിലുള്ള കഫേ 1AM റെസ്റ്റോറൻറ്റിലുള്ളത് ഒരു ജോഷ് ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷനുമായിട്ട് ഒരു മീറ്റപ്പ് പ്രോഗ്രാമായിട്ട് വന്നതാണല്ലോ. അവിടെ എത്തിയപ്പോഴാണ് ജോഷിൽ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പരിചയപ്പെടാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ലൊരു കിടിലൻ റെസ്റ്റോറൻ്റ് ആട്ടോ. അടിപൊളി വൈബാണ്. ഒരു റോഡ് സൈഡ് തന്നെയാണ്. പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള റോഡ് സൈഡുള്ള ഒരു കഫേ 1AM റെസ്റ്റോറൻറ്റ്. ഇവിടെ പാലക്കാട്ടിൽ നിന്ന് ആരെങ്കിലും ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ കയറാൻ പറ്റിയ ഫാമിലി റെസ്റ്റോറൻ്റാണ്. അടിപൊളിയാണ്. അവിടുത്തെ ആംബിയൻസ് ആയാലും ശരി, ഫുഡായാലും ശരി, എല്ലാം സൂപ്പറായിരുന്നു. നമുക്കിന്നവിടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വന്നത് ആക്ട്രസ് അമേയ മേഡം ആയിരുന്നു. ഇപ്പോൾ തെലുങ്കിലൊക്കെ മൂവി ചെയ്തിട്ടുണ്ട്. അപ്കമിങ് സ്റ്റാറാണ്. മാമിനെ പരിചയപ്പെടാൻ പറ്റി. മാമിനായിട്ട് കുറച്ച് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അതിന് അമ്മയമ്മയുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടി കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. മാം അടുത്ത പടം ചെയ്യുന്നത് ശിവരാജ് സാർ കുമാറിൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞപ്പോൾ അത് അതിലേറെ ഹാപ്പി ആയിട്ടൊരു കാര്യമായിരുന്നു.
അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഗസ്റ്റായിരുന്നു അന്നത്തെ നമ്മുടെ കഫേ 1AM റെസ്റ്റോറൻറ്റ് ഓണർ എഡ്വിൻ ബ്രോയാണ് ശരിക്കും താങ്ക്സ് പറയേണ്ടത്. ഇങ്ങനെ ഒരു മീറ്റപ്പും ഞങ്ങൾക്ക് അവിടെ സമ്മതിച്ചു തന്നതിന്. അവിടെ മൂപ്പര് ഓക്കെ എന്ന് ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മീറ്റപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതിനോട് താങ്ക്സ് എഡ്വിൻ ബ്രോന് സ്പെഷ്യൽ താങ്ക്സ് ആണ് പറയേണ്ടത്. കഫേ 1AMനെ സ്പെഷ്യലാക്കുന്നത് അവിടുത്തെ ഫുഡ് തന്നെയാണ്. ഒരു എന്താ പറയുക, ഞാൻ കുറേ റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും സ്പെഷ്യൽ വെറൈറ്റി ഫുഡ്സ് അവിടെ നിന്ന് ഞാൻ കഴിക്കാൻ പറ്റി. അത് വളരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പാലപ്പം, പൊറോട്ട, പ്രോൺ ബിരിയാണി ആൻഡ് എഗ് സംതിങ്, അങ്ങനെ എന്തോ എഗ്ഗ് വെച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ എല്ലാം സ്പെഷ്യലായിരുന്നു. ഭയങ്കര സ്പെഷ്യലായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചിരുന്നു അവിടുന്ന്. ബ്രോ ഇതിൻ്റെ പേരെന്താ? ഒന്നുകൂടി പറയാം. തൃശ്ശൂർ ഗുരുവായൂർ റൂട്ട് പോകുന്നവർക്ക് കഫേ 1AM റെസ്റ്റോറൻറ്റ് കാണാം. റോഡ് സൈഡ് തന്നെയാണ് ഉള്ളത്. നമ്മുടെ മാരുതി സുസുക്കി സർവീസ് ഉണ്ട് ഇവിടെ അടുത്ത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ജോഷിൻ്റെ ഗെയിം സെക്ഷൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. ബലൂൺ ഊതി വീർപ്പിക്കലും
ഞങ്ങളെ കുറച്ച് ആക്ടിവിറ്റീസ് കുറച്ചുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു എൻജോയ് മൊമെൻ്റ് ആയിരുന്നു. അത് ഭയങ്കര, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു അത്. അന്ന് അവിടെ വന്നിരുന്ന എല്ലാ ക്രിയേറ്റേഴ്സും, ജോഷ് ക്രിയേറ്റേഴ്സും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ഭയങ്കരമായിട്ട് ഗെയിം ചെയ്തു. എന്താ പറയുക, എല്ലാം അടിപൊളിയായിട്ടായിരുന്നു ആ പ്രോഗ്രാം. ഞങ്ങളങ്ങനെ അന്ന് അവിടെ ഭയങ്കര എൻജോയ് ചെയ്തു. എല്ലാവരും അടിപൊളിയായിരുന്നു. ഇനി ഇതുപോലുള്ള ഒരുപാട് മീറ്റപ്പുകൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു, സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചു. എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയതിനും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. മീറ്റപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ഗെയിംസ് ഒക്കെ സമ്മാനമൊക്കെ കിട്ടിയല്ലോ അല്ലേ അച്ഛന്? എന്തിനായിരുന്നു സമ്മാനം കിട്ടിയത്? കഫേ എങ്ങനെയുണ്ട്? കഫേ വണ്ണായി അങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഭക്ഷണം ഫുഡ് കഴിച്ചില്ല അച്ഛൻ? എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഇനി തൃശ്ശൂർ വരുമ്പോൾ ഇവിടെ വരുമോ? ഇവിടെ തന്നെ വരുള്ളൂ അല്ലേ? ശരി, ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ പരിചയപ്പെട്ട് അവരുടെ ഐഡിയാസും റിവ്യൂ എടുത്തത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കപ്പനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്യാത്ത കുറേ പാൽക്കപ്പ, പിന്നെ കീരി പൊറോട്ട, പിന്നെ എന്തായിരുന്നു പ്രോൺസ് ബിരിയാണി, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. മുട്ടനുള്ളിൽ പിന്നെ സംഭവം തൃശ്ശൂർ വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റ് ആണ്. എന്തായാലും മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. ടേസ്റ്റാണ്, നല്ല ക്വാളിറ്റി ഫുഡാണ്. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിരുന്നു, ഫുഡ് അടിപൊളിയായിരുന്നു, ഫൺ ഗെയിംസ് അടിപൊളിയായിരുന്നു. നന്നായി എൻ്റർടൈൻ ചെയ്തു. എല്ലാവരും സൂപ്പറാണ്. കുറേ കമ്പനി പുതിയ ഫ്രണ്ട്സിനായിട്ട്. നമ്മുടെ കഫേ വണ്ണയും റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എന്താ പറയുക? നമ്മൾ അടിപൊളി ഫുഡ്, വെറൈറ്റി ഫുഡ്, കഴിക്കാത്ത ഫുഡുകളൊക്കെയാണ്. സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. എങ്ങനെയാണ് നമ്മുടെ പിള്ളേരൊക്കെ? അടിപൊളിയായിരുന്നു. ഇന്നത്തെ ജോസിൻ്റെ മീറ്റിംഗ് വളരെ നമ്മൾ ഉദ്ദേശിച്ചതിലും 200% സക്സസ്ഫുൾ ആയി. സോ നമ്മൾ വന്ന കഫേ ആണെങ്കിലും അതുപോലെ ക്ലീൻ ബീറ്റ് ടീമാണെങ്കിലും നമ്മുടെ ഗസ്റ്റുകൾ അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. സോ താങ്ക് യു സോ മച്ച് എവരി വൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ് ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു ജോഷിൻ്റെ എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ജോഷിൻ്റെ മീറ്റപ്പിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫൈനലി നല്ലൊരു അടിപൊളി ട്രീറ്റ് ആയിരുന്നു.
1AM-ന്റെ ഫുഡ് എങ്ങനെയാണ്? ഫുഡിനെ പറ്റി എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. തൃശ്ശൂർ ഭാഗത്തുള്ളവരൊക്കെ വെച്ചറിയും ആരണം. ശരി, താങ്ക് യു. എങ്ങനെയായിരുന്നു നമ്മുടെ കഫേ അടിപൊളിയാണ് ഫുഡൊക്കെ? ഫുഡെല്ലാം ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ, ഇപ്പൊ കഴിച്ചതെല്ലാം തൃശ്ശൂർ വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യാമോ? ഫ്രണ്ട്സിന്റെ കൂടെ എന്തെങ്കിലും വരുമ്പോൾ എന്തായാലും ഇവിടെ കയറിയിരിക്കും. ശരി, ഓക്കെ, താങ്ക് യു. മീറ്റപ്പ് നല്ലൊരു വീട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ജോസ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റി. നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റി. നമ്മുടെ കഫേ 1AM റെസ്റ്റോറൻറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ആംബിയൻസ്, നല്ല ഫുഡ്, പൊളി. ഓക്കെ, താങ്ക് യു.